ഹായ് ഫ്രണ്ട്സ്, ഒരു സൈക്കിൾ ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹാൻഡിൽ ബാലൻസ്. ഈ ഒരു ഹാൻഡിൽ ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ മറിയാതെ നമുക്ക് ഒരു സൈക്കിൾ ഓടിക്കാൻ കഴിയത്തുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു 4 വീൽ ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൃത്യമായിട്ട് ബാലൻസോടെ ചെയ്യണം. ഉദാഹരണം പറയാം, സ്റ്റിയറിംഗ് കൺട്രോൾ, അതുപോലെ തന്നെ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്ററിൻ്റെ ഒരു ബാലൻസിങ്, ഇതൊക്കെ ശരിയായ രീതിയിൽ ഒരു പരിധിവരെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു 4 വീൽ ഡ്രൈവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു വാഹനം ഓടിച്ചു പോകുമ്പോൾ ചെറിയതും വലിയതുമായിട്ടുള്ള ടേണുകൾ എടുക്കുന്ന സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ക്ലച്ച് കൺട്രോൾ ചെയ്യേണ്ടി വരും. അതായത് വാഹനത്തിൻ്റെ വേഗത കുറച്ച് ഓരോ ടേണുകൾ എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ടേണുകൾ നമുക്ക് എങ്ങനെ ക്ലച്ച് കൺട്രോൾ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയാണ്. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വണ്ടി ഓടിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വാഹനം പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ടേണുകളെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ക്ലച്ച് കൺട്രോൾ ചെയ്ത് ഓടിക്കുന്ന ടേണുകളും മറ്റൊന്ന് ക്ലച്ച് കൺട്രോളിംഗ് ആവശ്യമില്ലാത്ത ടേണുകളും. രണ്ടിനും ഉദാഹരണ സഹിതം ഞാൻ ക്ലച്ച് കൺട്രോൾ ചെയ്ത് വണ്ടി ഓടിക്കാൻ നിങ്ങളെ കാണിക്കാം. അതിനു മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് പറഞ്ഞു തരാം. ക്ലച്ച് കൺട്രോൾ ചെയ്ത് ഓടിക്കേണ്ട ടേണുകളിൽ നിങ്ങൾ മനസ്സിലാക്കുക, അത്തരത്തിലുള്ള ടേണുകളിൽ വാഹനത്തിൻ്റെ വേഗത കുറഞ്ഞ് നമുക്ക് പതുക്കെ വേണം ഓരോ ടേണും എടുക്കാൻ. അപ്പോൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിൽ മാത്രമേ നമുക്കത് സാധ്യമാകത്തുള്ളൂ. ഉദാഹരണം പറയാം, ഒരു ജംഗ്ഷനിൽ നിന്ന് നമ്മൾ തിരിയുന്ന ടേണുകൾ, ഒരു ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റോ റൈറ്റോ ഉള്ള റോഡിലേക്ക് തിരിയുമ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ എന്ന് നമുക്ക് കൃത്യമായിട്ടും അറിയണം. അതോടൊപ്പം തന്നെ വാഹനം വരുന്നില്ലെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം പതുക്കെ ക്ലച്ച് കൺട്രോൾ ചെയ്ത് മാത്രമേ നമുക്ക് ടേൺ എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ ചില കയറ്റത്തോടു കൂടിയ വലിയ വളവുകൾ, എസ് ടൈപ്പ് വളവുകളാകാം, അല്ലാത്ത ഉള്ള വളവുകളായിരിക്കാം. ഇത്തരത്തിലുള്ള വളവുകൾ നമ്മൾ തിരിഞ്ഞ് കയറുന്ന സമയത്തും നല്ല വളവായതുകൊണ്ട് തന്നെ സെക്കൻഡ് ഗിയറിലൊന്നും വളവ് തിരിഞ്ഞ് കയറത്തില്ല, കാരണം വലിയ വളവുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ക്ലച്ച് കൺട്രോൾ ചെയ്ത് ഒപ്പം വാഹനത്തിന് വേഗത കൂട്ടാനായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് ഒരു ഹാഫ് ക്ലച്ചിൻ്റെ ഒരു കൺട്രോളിങ്ങിലും ആക്സിലറേറ്ററും കൊടുത്താണ് നമ്മൾ ആ ഒരു ടേണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വണ്ടിയുടെ വേഗത കുറച്ച് ഓടിക്കേണ്ട ഏതൊക്കെ ടേണുകളിലും നമുക്ക് കൃത്യമായിട്ടും ക്ലച്ച് കൺട്രോൾ ചെയ്ത് വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാനായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് മാത്രമേ വാഹനം ഓടിക്കാൻ കഴിയത്തുള്ളൂ. നല്ല തിരക്കുള്ള ഒരു ജംഗ്ഷനിൽ നിന്ന് തിരിയുന്ന ഒരു ടേൺ എടുത്ത് കാണിച്ചു തരാം. അവിടെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം മെയിൻ റോഡ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും മറ്റു വാഹനങ്ങൾ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു ടേണാണ്. നിങ്ങളത് ശ്രദ്ധിച്ച് കാണുക. ഞാൻ വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ഇതേ തേർഡ് ഗിയർ കൊടുക്കുന്നു. 3ാമത്തെ ഗിയറിലാണ് ഇപ്പോൾ വാഹനം പോകുന്നത്. ഇപ്പോൾ മുന്നിലായിട്ടൊരു ജംഗ്ഷൻ ഉണ്ട്. ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് നമ്മളിപ്പോൾ ലെഫ്റ്റ് ടേൺ ആണ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾ നോക്കുക, ഞാൻ 4th ഗിയറിൽ വരുന്നു, വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു. ഞാനിത് 3rd ഗിയറിലായിരുന്നു, വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് 4th ഗിയർ കൊടുക്കുന്നു. ഓക്കെ, ഈ ജംഗ്ഷനിലേക്ക് വരികയാണ്. നിങ്ങൾ നോക്കുക, ഇപ്പോൾ 4th ഗിയറിലാണ്. ഇവിടുന്ന് ഞാൻ വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മളിപ്പോൾ തിരിയാൻ പോവുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. ക്ലച്ച് കൺട്രോൾ ചെയ്യണം. ഞാനിത് ക്ലച്ചിൽ നിന്ന് കാലയച്ച് ഹാഫ് ക്ലച്ച് മനസ്സിലാക്കുന്നു. ഹാഫ് ക്ലച്ച് മനസ്സിലാക്കിയിട്ട് വീണ്ടും ക്ലച്ചിൽ നിന്ന് കാലയക്കുകയല്ല ചെയ്യേണ്ടത്. ആ ഹാഫ് ക്ലച്ച് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഒന്ന് ചിലപ്പോൾ ക്ലച്ച് താങ്ങി കൊടുക്കേണ്ടി വരും, വീണ്ടും നമ്മൾ ക്ലച്ചിൽ നിന്ന് അയക്കേണ്ടി വരും. ഞാനിത് ഹാഫ് ക്ലച്ചിൽ കാല് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ക്ലച്ചിൽ നിന്ന് ഹാഫ് ക്ലച്ചിൽ നിന്ന് അയക്കുമ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങുന്നുണ്ട്. വീണ്ടും വണ്ടിയുടെ വേഗത കുറയ്ക്കാനായിട്ട് ക്ലച്ച് വീണ്ടും താങ്ങി കൊടുക്കുന്നു. നോക്കുക, ഇതേ ഹാഫ് ക്ലച്ച് കൺട്രോൾ ചെയ്ത് ഒപ്പം ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് ഞാനിതേ ലെഫ്റ്റ് സൈഡിലേക്ക് ഈ ഒരു ടേൺ എടുത്തു. ഈ ഒരു സമയത്ത് നമ്മൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇരു സൈഡും നോക്കിയാണ് ടേൺ എടുത്തത്. ഓക്കെ, വീണ്ടും വണ്ടിക്ക് ഞാനിതേ മൂവ് ആക്കുന്നു, സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ജംഗ്ഷനിൽ നിന്ന് ടേൺ എടുക്കുന്ന അവസരങ്ങളിലും നമ്മൾ ഹാഫ് ക്ലച്ച് കൺട്രോൾ ചെയ്യേണ്ടി വരും. വാഹനത്തിന് വേഗത കൂട്ടാനായിട്ട് ആ ഹാഫ് ക്ലച്ച് നമ്മൾ മനസ്സിലാക്കിയ ഒരു പൊസിഷനിൽ നിന്ന് വീണ്ടും കാല് പതുക്കെ അയക്കുകയും ചെറുതായിട്ട് ആക്സിലറേറ്ററും കൂടെ കൊടുത്താൽ നമുക്ക് വാഹനത്തിനെ മുന്നോട്ട് മൂവ് ആക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് വാഹനത്തിന് വേഗത അവിടെ കുറയ്ക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ആ ഹാഫ് ക്ലച്ച് പൊസിഷനിൽ നിന്ന് വീണ്ടും ക്ലച്ച് താഴോട്ട് അമർത്തി കൊടുത്ത് ജസ്റ്റ് ബ്രേക്കിലേക്ക് കാലെടുത്ത് പതിയെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ വേഗത കുറയ്ക്കാനും കഴിയും. അങ്ങനെ നിങ്ങൾ വണ്ടിയുടെ വേഗത ഇത്തരത്തിലുള്ള ജംഗ്ഷനിൽ കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഒരു ജംഗ്ഷനിലെ ടേൺ ക്ലച്ച് കൺട്രോൾ ചെയ്തെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇനി ക്ലച്ച് കൺട്രോളിംഗ് ആവശ്യമില്ലാത്ത ടേണുകൾ ഏതാണ്? വളരെ സിമ്പിളാണ്, ചെറിയ ടേണുകൾ. പക്ഷെങ്കിൽ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, ചെറിയ ടേൺ ആണെങ്കിൽ പോലും മുന്നിലും പിന്നിലും വാഹനങ്ങളില്ല,
നമ്മുടെ വാഹനത്തിന് ആവറേജ് ഒരു വേഗതയുണ്ട്, നമുക്ക് വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ലെങ്കിൽ മാത്രം നമുക്ക് അത്തരത്തിലുള്ള ടേണുകൾ തിരിയുന്ന സാഹചര്യങ്ങളിൽ ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് വാഹനം സ്ലോ ചെയ്തുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഓരോ ചെറിയ ടേണും എടുക്കാൻ കഴിയുന്നതാണ്. എന്നാൽ മുന്നിൽ മറ്റു വാഹനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വാഹനത്തിൻ്റെ വേഗത ചിലപ്പോൾ കുറയ്ക്കേണ്ടി വരും. മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ വേഗത കുറയുകയാണെങ്കിൽ അതിനനുയോജ്യമായിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കേണ്ടി വരും. അപ്പോൾ ഒരു തേർഡിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയർ കൊടുക്കേണ്ടി വരും. സെക്കൻഡ് ഗിയർ കൊടുത്ത് നമുക്ക് ചെറിയ വളവുകൾ എടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ക്ലച്ച് കൺട്രോളിങ് കൂടുതലായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് നമുക്ക് വാഹനത്തിൻ്റെ വേഗത കുറച്ചുകൊണ്ട് തന്നെ ചെറിയ ടേണുകൾ എടുക്കാൻ കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അതിനൊരു ഉദാഹരണം നിങ്ങൾ കണ്ടിട്ട് പോവാം. ഓക്കെ, ഇനി ചെറിയ വളവും തിരിവൊക്കെ വരുന്ന അവസരങ്ങളിലുള്ള ടേണുകൾ എങ്ങനെയാണ് എടുക്കേണ്ടത് അതും കൂടെ നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ 4th ഗിയറിലാണ് പോകുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, എൻ്റെ കാല് മെല്ലെ ബ്രേക്കിലുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ ഗിയർ ഡൗൺ ചെയ്ത് ക്ലച്ച് ചവിട്ടിയിട്ട് തേർഡ് കൊടുക്കുകയാണ്. നമ്മൾ ഒരു ജംഗ്ഷനിലേക്ക് വരികയാണ്. ഇതേ എൻ്റെ കാല് മെല്ലെ ബ്രേക്കിലുണ്ട്. വീണ്ടും ഞാനിതേ തേർഡ് ഗിയറിൽ തന്നെ പോകുന്നു. മറ്റു വാഹനങ്ങളില്ല. ലെഫ്റ്റാണ് നമുക്ക് തിരിയേണ്ടത്. നിങ്ങൾ നോക്കുക, ലെഫ്റ്റ് സൈഡിലേക്ക് ഞാൻ തിരിയുന്നു. ഇതേ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് ഇതേ ഈ ഒരു ടേണ് ഞാൻ തിരിഞ്ഞു. നിങ്ങൾ നോക്കുക, ചെറിയൊരു ടേണായിരുന്നു. ഇവിടെ നമുക്ക് ക്ലച്ച് കൺട്രോൾ ചെയ്യേണ്ടി വന്നില്ല. അതായത് ഒരു റോഡിൽ നിന്ന് മറ്റൊരു റോഡിലേക്കുള്ള ചെറിയൊരു തിരിവാണ്. അവിടെ ഞാൻ ചെയ്തത് എന്താണ്? ഗിയർ ഡൗൺ ചെയ്ത് തേർഡ് ഗിയർ കൊടുത്തു. 4th ഗിയറിൽ വന്നപ്പോൾ ഗിയർ ഡൗൺ ചെയ്ത് തേർഡ് ഗിയർ കൊടുത്ത് ഒപ്പം ബ്രേക്കിലും കൂടെ വന്ന് വണ്ടി സ്ലോ ചെയ്താണ് ആ ഒരു ടേണ് എടുത്തത്. വീണ്ടും നമ്മളിത് ഇവിടുന്ന് വീണ്ടും ലെഫ്റ്റ് ടേൺ എടുക്കാൻ പോവുകയാണ്. ഇനി ലെഫ്റ്റ് ടേൺ എടുക്കുന്ന അവസരങ്ങളിൽ നിങ്ങൾ നോക്കുക, ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുകയാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുന്നു. ഇനിയിപ്പോൾ ഓപ്പോസിറ്റ് മറ്റ് വാഹനങ്ങളില്ല, ഈ ഒരു സൈഡിൽ നിന്ന് വാഹനങ്ങളില്ലെങ്കിൽ ജസ്റ്റ് നമുക്കിത് ബ്രേക്ക് താങ്ങി ഇത്തരത്തിൽ ഈ ഒരു ടേൺ ഇങ്ങനെ എടുക്കാൻ കഴിയും. ഓക്കെ, ഇനി എനിക്ക് ക്ലച്ച് താങ്ങണം. കാരണം എന്താണ്? ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടിയുണ്ട്, അതോടൊപ്പം തന്നെ ഇവിടെ 1-2 വാഹനങ്ങളുണ്ട്. അതുകൊണ്ടാണ് വണ്ടി സ്ലോ ചെയ്യാനായിട്ട് ഞാൻ ക്ലച്ച് താങ്ങിയത്. ഇനി ഈ വണ്ടികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ജസ്റ്റ് ബ്രേക്കിൽ നിന്ന് ബ്രേക്ക് കൺട്രോൾ ചെയ്ത് മാത്രം നമുക്ക് ഈ ഒരു ടേൺ എടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്ന അവസരങ്ങളിൽ ഒരു ജംഗ്ഷനിൽ നിന്നും അതോടൊപ്പം തന്നെ നല്ല കയറ്റത്തോട് കൂടിയ വളവുകളൊക്കെ എടുക്കുന്ന അവസരങ്ങളിലാണ് ക്ലച്ച് കൺട്രോൾ ചെയ്ത് വളവ് നമ്മൾ തിരിയേണ്ടത്. ഇനി ഞാൻ കയറ്റത്തോട് കൂടിയ ഒരു ടേൺ എടുക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. മുന്നിലായിട്ട് ചെറിയൊരു കയറ്റമുണ്ട്. ആ കയറ്റത്തു നിന്ന് നമ്മൾ ലെഫ്റ്റ് ടേൺ എടുക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, തേർഡ് ഗിയറിലാണ് വാഹനം പോകുന്നത്. വീണ്ടും ഞാൻ ജസ്റ്റ് ക്ലച്ച് ഔട്ടിട്ട് 4th ഗിയർ അങ്ങ് കൊടുക്കുകയാണ്. 4ാമത്തെ ഗിയർ കൊടുക്കുന്നു. ഓക്കെ, എൻ്റെ കാല് ബ്രേക്കിലുണ്ട്. ഓക്കെ, ബ്രേക്കിൽ നിന്ന് കാലയച്ച് വീണ്ടും ബ്രേക്ക് വരുന്നു. ഓക്കെ, വീണ്ടും ഞാനിത് ആക്സിലറേറ്റർ കൊടുത്ത് വാഹനം മൂവ് ആക്കുകയാണ്. നിങ്ങൾ നോക്കുക, മുന്നിലായിട്ടൊരു കയറ്റമാണ്. നമ്മൾ ആ ഒരു കയറ്റത്തോട് സമീപിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാനിത് ക്ലച്ച് ചവിട്ടിയിട്ട് 4th നിന്ന് തേർഡ് കൊടുക്കുകയാണ്. നമുക്ക് കയറ്റം കയറണം, 4th ഗിയർ പറ്റില്ല, തേർഡ് കൊടുക്കുന്നു. ഓക്കെ, വീണ്ടും ഞാനിത് സെക്കൻഡ് ഗിയർ കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, സെക്കൻഡ് കൊടുത്തു. വീണ്ടും ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇത് ഈ ഒരു ടേൺ എടുക്കുകയാണ്. ഇവിടെ നമ്മൾ ലെഫ്റ്റ് ടേൺ ആണ് എടുക്കുന്നത്. ഓക്കെ, ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുന്നു. ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതേ നിങ്ങൾ നോക്കുക, ഞാനൊരു ഹാഫ് ക്ലച്ചിലും ഹാഫ് ആക്സിലറേറ്ററിലും വന്നു. അതായത് എൻ്റെ കാല് ഹാഫ് ക്ലച്ചിലുമുണ്ട്, ഹാഫ് ആക്സിലറേറ്ററിലുമുണ്ട്. ഇപ്പോൾ ബ്രേക്ക് ഇല്ലാതെ കയറ്റത്ത് വാഹനം നിൽക്കുകയാണ്. അപ്പോൾ ഹാഫ് ക്ലച്ചിലും ഹാഫ് ആക്സിലറേറ്ററിലും വന്ന് ഈ ഒരു രീതിയിൽ നിന്നതിന് ശേഷം പിന്നെ വേണം നമ്മൾ ലെഫ്റ്റ് ടേൺ എടുക്കാനായിട്ട്. അതായത് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് വേണമല്ലോ നമുക്ക് തിരിയാൻ. ഒറ്റയടിക്ക് നമുക്ക് കയറി തിരിയാം, കുഴപ്പമില്ല. ഇതുപോലെ വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഹാഫ് ക്ലച്ചും ഹാഫ് ആക്സിലറേറ്ററും കൺട്രോൾ ചെയ്ത് വണ്ടിയുടെ വേഗത നിങ്ങൾ കുറയ്ക്കുക. ഇനി നമുക്ക് വണ്ടി മുന്നോട്ട് നീങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഹാഫ് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുന്നതിനോടൊപ്പം ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് നമ്മളിതേ ഇങ്ങനെ ടേൺ എടുക്കുന്നു. ഇനി വണ്ടി സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് താങ്ങി കൊടുക്കുക, ബ്രേക്ക് വരിക. നിങ്ങൾ നോക്കുക. ഓക്കെ, ഇനി വീണ്ടും വണ്ടി മുന്നോട്ട് എടുക്കാനായിട്ട് ഇതേ ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. ഓക്കെ, വീണ്ടും ആക്സിലറേറ്റർ കൊടുത്ത് ഇതേ ഈ ഒരു ടേൺ ഞാൻ എടുത്തു. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ക്ലച്ച് കൺട്രോൾ ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. ഒറ്റയടിക്ക് നമ്മൾ കയറി പോകാനായിട്ട് ശ്രമിക്കരുത്. കാരണം ഒരു റോഡിൽ നിന്ന്, അതായത് കയറ്റത്തോട് കൂടിയ ഒരു റോഡിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മറ്റൊരു റോഡിലേക്ക് തിരിഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ തിരിഞ്ഞു വരുന്ന റോഡിൽ നിന്ന് മറ്റു വാഹനങ്ങൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ ആൾക്കാരുണ്ടോ എന്നൊന്നും നമ്മൾ അറിയുന്നില്ല. ഒറ്റയടിക്ക് വന്നൊരു ഗിയറിൽ തിരിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിയുന്ന റോഡിൽ നിന്ന് മറ്റു വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? കൃത്യമായിട്ടും ഇടിയുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ടേണുകൾ എടുക്കുന്ന അവസരങ്ങളിൽ, അതായത് വാഹനം സ്ലോ ചെയ്ത് ഏതൊക്കെ ടേൺ എടുക്കുന്നോ അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് ഫസ്റ്റ് ഗിയർ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ചെറിയ ടേൺ ആണെങ്കിൽ സെക്കൻഡ് ഗിയറിൽ തിരിഞ്ഞോളും. ഇനി അല്ലാത്ത പക്ഷം നമ്മൾ പോകുന്ന അവസരങ്ങളിൽ വളരെ ചെറിയ ടേണുകളാണ്,
വാഹനത്തിൻ്റെ ആവറേജ് വേഗതയൊക്കെ ഉണ്ട്, ഓപ്പോസിറ്റ് മറ്റ് വാഹനങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ആ തിരിയുന്ന ടേണുകൾ വരുന്ന അവസരങ്ങളിൽ ക്ലച്ച് കൺട്രോൾ ചെയ്യേണ്ടതായിട്ടില്ല. മെല്ലക്കാല് ബ്രേക്കിലേക്ക് വരിക. നിങ്ങൾ നോക്കുക, ഇത് ഇവിടെ ചെറിയൊരു തിരിവാണ്, ഇവിടെ നമുക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇത് വീണ്ടും ബ്രേക്കിലേക്ക് വരുന്നു. ഓരോ ടേണുകളിലുള്ള ക്ലച്ച് കൺട്രോളിങ് എങ്ങനെ ശരിയായ രീതിയിൽ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. പതിവ് പോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, ബൈ.